Dear students, here is the story of another young man who, though isolated by society, still became an icon of perseverance and social commitment. സമൂഹം ഒറ്റപ്പെടുത്തിയിട്ട് പോലും സ്ഥിരോത്സാഹത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും പ്രതീകമായി മാറിയ മറ്റൊരു യുവാവിനെ പറ്റിയുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. എ ഫിനിക്സ് റൈസസ്. ഇത് വെറും ഒരു കഥയല്ല. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ജനിച്ചു വളർന്ന ശ്രീ അരുണാചലം മുരുകാനന്ദൻ്റെ ജീവിത കഥയാണ്. മുരുകാനന്ദൻ തൻ്റെ ജീവിതത്തിൽ കാട്ടിയ ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് ഇവിടെ പ്രാധാന്യമർഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 140-ലധികം കോടി ജനങ്ങളുണ്ട്. അതിൽ 80 കോടിയിലധികം ജനങ്ങളും വളരെ താഴ്ന്ന വരുമാനക്കാരാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് തന്നെ ഇന്നും ഒരു വിദൂര സ്വപ്നമായി നിലനിൽക്കുന്നു. കൂടാതെ പല ആചാരങ്ങളും നമ്മുടെ സമൂഹത്തെ വിലങ്ങണിയിച്ചിരിക്കുന്നു. അതിലൊന്നാണ് നമ്മുടെ സ്ത്രീകളുടെ മെൻസ്ട്രൽ പീരിയഡ്സിനെ കുറിച്ചുള്ള നമ്മുടെ അജ്ഞത. ഏതാണ്ട് 50 വർഷം മുൻപ് വരെ മെൻസ്ട്രൽ പീരിയഡ്സിൽ സ്ത്രീകളെ വീടുകളിൽ നിന്ന് അകറ്റി നിർത്തുകയായിരുന്നു പതിവ്. എന്നാൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നതോടെ അതിന് ഏതാണ്ടൊരു അറുതിയായി എന്ന് പറയാം. എന്നാൽ മുരുകാനന്ദൻ കണ്ടെത്തിയതുപോലെ സ്ത്രീകൾ പീരിയഡ്സ് കാലത്ത് കീറത്തുണികളാണ് ഉപയോഗിച്ചിരുന്നത്. നല്ല ശുചിത്വമുള്ള സാനിറ്ററി നാപ്കിൻസ് അവർക്ക് അപ്രാപ്യമായിരുന്നു. അങ്ങനെയാണ് മുരുകാനന്ദൻ തൻ്റെ ഭാര്യ ഇത്തരത്തിൽ തുണിക്കഷ്ണം ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചത്. കടയിൽ നിന്ന് ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങി ഭാര്യയ്ക്ക് സമ്മാനിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. 10 നാപ്കിൻ അടങ്ങിയ ഒരു പാക്കറ്റിന് 40 രൂപ എന്നത് അദ്ദേഹത്തെ ഞെട്ടിച്ചു. കൂടാതെ തൻ്റെ ഭാര്യ താനത് വാങ്ങിയതിന് അദ്ദേഹത്തെ ശകാരിക്കുകയും ചെയ്തു. ഇത്രയും വില കൂടിയ നാപ്കിൻ പ്രതിമാസം ഉപയോഗിക്കുന്നതിന് നമുക്ക് സാമ്പത്തിക ശേഷിയില്ലെന്ന് അദ്ദേഹത്തെ അവൾ ഓർമ്മിപ്പിച്ചു. ഇതിൽ നിന്നാണ് വില കുറഞ്ഞതും ഗുണമേന്മയുള്ളതുമായ സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലേക്ക് അദ്ദേഹം തിരിയുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് മാത്രമല്ല, ദരിദ്രരായ മുഴുവൻ സ്ത്രീകൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒരുപാട് അപമാനവും നഷ്ടവും അനുഭവിച്ച് ഒടുവിൽ വിജയിക്കുകയും ചെയ്തു. ലാഭം കൊയ്യുന്ന വൻകിട കമ്പനികളുടെ വില കൂടിയ ഉൽപ്പന്നത്തിന് പകരം ഗുണമേന്മയുള്ള വില കുറഞ്ഞ നാപ്കിൻ നിർമ്മിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് തിരികൊളുത്തി. ഇതുപോലെ നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, നല്ല വസ്ത്രം, നല്ല വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന കോടിക്കണക്കിന് മനുഷ്യർ നമുക്കിടയിലുണ്ട്. ബാലവേല അവസാനിപ്പിക്കാൻ നിരന്തരം പ്രയത്നിക്കുന്ന കൈലാസ് സത്യാർത്ഥിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വളരാൻ നമുക്ക് ഈ പാഠഭാഗം പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കാം. ടിങ്കിൾ ഖന്ന തന്നെ ഈ കഥ പാഡ്മാൻ എന്ന പേരിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് us read the lesson. A phoenix rises. ടിങ്കിൾ ഖന്ന. ബബ്ലു കേവത്ത് had been an indifferent student at school. സ്കൂളിൽ വലിയ താല്പര്യമില്ലാത്ത അഥവാ നിസ്സംഗനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ബബ്ലു കേവത്ത്. He still remembers his science teacher, Mrs. Sharma. Still, he remembers his science teacher, Mrs. Sharma, and the egg incubator that he had made under her supervision. മിസ്സിസ് ശർമ്മയുടെ സൂപ്പർവിഷനിൽ, മേൽനോട്ടത്തിൽ അവൻ ഉണ്ടാക്കിയ ഒരു എഗ് ഇൻക്യുബേറ്ററിനെ കുറിച്ചും അവൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അവൻ്റെ സ്കൂൾ ജീവിതത്തിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇൻ ഹിസ് സ്കൂൾ ലൈഫ് ഹി കുഡ് നോട്ട് ഫോർഗെറ്റ് ഹിസ് സയൻസ് ടീച്ചർ മിസ്സിസ് ശർമ്മ and the egg incubator that he had made under her supervision. So what did he make under the supervision of Mrs. Sharma? He made an egg incubator under Mrs. Sharma's supervision.
But when Bablu's father died, leaving his mother struggling to support her small family, he dropped out of school to get a job and help her out. So, why did Bablu leave school? Bablu left school because he wanted to help her mother. Why did he want to help her mother? Because his father died soon and the burden of the family fell on the shoulders of his mother, and she struggled to look after this family. He wanted to help his mother, so he dropped out of school and went for a job. He joined a workshop as a bus boy. Where did he join? He joined a workshop as a bus boy. സാധാരണ ഒരു വേലക്കാരനായിട്ട് അവിടെ ജോലിക്ക് കയറി. ഗെറ്റിംഗ് ടീ ഫോർ ദ ഓണർ. ആ വർക്ക്ഷോപ്പ് ഓണർക്ക് ചായയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുചെന്ന് കൊടുക്കുക. അതായിരുന്നു തുടക്കത്തിലുള്ള ജോലി. He slowly worked his way up to becoming a welder. He became a welder very soon. He slowly worked his way up to becoming a welder. ക്രമേണ മെല്ലെ മെല്ലെ അദ്ദേഹം വെൽഡിങ് പഠിച്ച് ഒരു വെൽഡറായി. ഗ്രാജുവലി ഹി ടുക്ക് ഓവർ ദ മോഗേജ് ഓഫ് ദ വർക്ക്ഷോപ്പ്. ക്രമേണ അയാൾ ആ വർക്ക്ഷോപ്പിൻ്റെ പ്രവർത്തനം പണയത്തിനെടുത്തു, അല്ലെങ്കിൽ ആ വർക്ക്ഷോപ്പ് പണയത്തിനെടുത്തു. ഓണർക്ക് പണം കൊടുത്ത് ആ വർക്ക്ഷോപ്പ് നടത്തിപ്പിന് വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. After that, he ran the business himself, growing it steadily. Mark the point. After that, he ran the business himself. അവൻ സ്വയം ആ ബിസിനസ് നടത്തി. ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി. ആ ബിസിനസ്സിനെ അവൻ ക്രമേണ വളർത്തിക്കൊണ്ടുവന്നു. ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് an arranged marriage. അപ്പോൾ meanwhile, he got married. His bride was Gauri. After meeting just once briefly in the presence of both their families, it was an arranged marriage. It was not a love marriage. He had seen his wife just once, and that was in the presence of both the families. One morning, Bablu's mother and younger sister Shalu were drinking tea. ബബ്ലുയുടെ അമ്മയും സഹോദരിയും ചായ കുടിക്കുകയായിരുന്നു ഒരു ദിവസം രാവിലെ. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, ബബ്ലു സാൻറ്റേർഡ് ഔട്ട് ദ ബാക്ക് പോർച്ച്. ഹി വെന്റ് ടു ദ ബാക്ക് പോർച്ച് ഇൻ സെർച്ച് ഓഫ് ഹിസ് വൈഫ്. Why did he go to the back side of the house in search of his wife? He saw Gauri walking hurriedly towards the bathroom. So when he saw Gauri, she was walking hurriedly to the bathroom, holding a rag in her hand. She was holding a rag, ഒരു തുണിക്കഷ്ണം അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. He came to know from her that women used rags instead of sanitary napkins. അവിടെ നിന്നാണ് അവൻ മനസ്സിലാക്കുന്നത്, in those days women used rags instead of സാനിറ്ററി നാപ്കിൻസ്. സാനിറ്ററി നാപ്കിൻസിന് പകരം അവരൊക്കെ തുണിയാണ് ഉപയോഗിക്കുന്നത്, പഴയ തുണി. ദാറ്റ് ഈവനിങ് ഓൺ ഹിസ് വേ ബാക്ക് ഫ്രം ദ വർക്ക്ഷോപ്പ്, ബബ്ലു ഡിസൈഡഡ് ടു സർപ്രൈസ് ഗൗരി വിത്ത് എ ഗിഫ്റ്റ്. സോ ഹി ഡിസൈഡഡ് ടു സർപ്രൈസ് ഹിസ് വൈഫ് വിത്ത് എ ഗിഫ്റ്റ്. He went to a small store. On way back to his home, he went to a small store. The storekeeper quickly wrapped the napkin pack in an old newspaper. So he might have demanded a napkin pack, and so the shopkeeper immediately wrapped a napkin in an old newspaper. Bablu was still at the exorbitant price, but dutifully paid him 40 rupees. So when he asked the price of the product, he was startled. The storekeeper might have told him that 40 rupees.
He had not expected such a high price for a sanitary napkin. He unwrapped the packet and examined the pad. He paid the amount dutifully and unwrapped the packet. Packet പൊളിച്ചു. And examined the pad. Pad പരിശോധിച്ചു. It seemed to be just plain cotton wrapped in gauze sheet. He examined the pad. It seemed to be just plain cotton. അത് കാണപ്പെട്ടത് എന്തായിട്ടാണ്? വെറും കോട്ടൺ. റാപ്ഡ് ഇൻ എ ഗൗസ് ഷീറ്റ്. ഒരു ഗൗസ് ഷീറ്റിൽ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അതായത് നെയ്തെടുത്ത തുണിയിൽ ഒരു പീസ് പഞ്ഞി പൊതിഞ്ഞു വച്ചിരിക്കുന്നതാണ് ഒരു സാനിറ്ററി നാപ്കിനായിട്ട് അവന് കാണപ്പെട്ടത്. അതിനാണ് അവൻ അതുപോലെയുള്ള 10 അടങ്ങുന്ന ഒരു പാക്കറ്റിനാണ് അവന് 40 രൂപ കൊടുക്കേണ്ടി വന്നത്. ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം. ഈ നാപ്കിൻ എടുത്ത് അവൻ്റെ ഉള്ളം കൈയിൽ അവൻ വെച്ചു. എന്തിനാ വെച്ചത്? വൈ ഡിഡ് ഹി പുട്ട് ഇറ്റ് ഓൺ ഹിസ് നാപ്കിൻ? ട്രൈങ് ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് ദ പാഡ്. He wanted to assess the weight of the pad. So he put it on his palm and tried to examine the weight or assess the weight. വിലയിരുത്താൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ ഭാരം എത്രയുണ്ടെന്ന് കണക്കാക്കാൻ ശ്രമിച്ചു. He said to himself 10 grams. അവൻ സ്വയം പറഞ്ഞു, കേവലം 10 ഗ്രാം. ഒരു പാഡിന് 10 grams. Having seen his father working with cotton yarn, that means his father might have been a weaver or doing some other work with weaving. Anyway, he had seen his father working with a cotton yarn. കോട്ടൺ നൂല് കൊണ്ട്, അല്ലെങ്കിൽ പരുത്തി നൂലിൽ പ്രവർത്തിക്കുന്ന അച്ഛനെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. He knew that 10 grams of cotton would barely cost 10 paise. During those days, he very well understood that 10 grams of cotton simply cost 10 paise, not more than that. But here he was paying 4 rupees for each of these pads. But here he assessed the pad at 10 grams. So here he is paying 4 rupees per pad. He had paid total 40 rupees. He put the pad back in the packet, back home. Bablu secretly handed over the pack to Gauri. അവൻ ആ പാഡ് പാക്കറ്റിലിട്ടു. അത് പൊതിഞ്ഞെടുത്ത് വീട്ടിൽ പോയി മറ്റാരും കാണാതെ ഗൗരിക്ക് സീക്രട്ടായിട്ട് കൊടുത്തു. ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ ഗിവ്, കൈമാറുക. ഹാൻഡഡ് ഓവർ ദ പാക്ക് ടു ഗൗരി, ഗൗരിക്ക് കൈമാറി. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. അതിൽ ഗൗരിക്ക് സന്തോഷം ഉണ്ടായില്ല. വാട്ട് ഡിഡ് ഹി വാണ്ട്? ഹി വാണ്ടഡ് ടു സർപ്രൈസ് ഹിസ് വൈഫ് ബൈ ഗിവിങ് എ പ്രസൻറ്റ്. But Gauri was not pleased. She was not surprised. If Shalu and I start buying these packets every month, then let alone curd and ghee, we will not even have enough money to buy milk. Mr. Bablu, you must understand, if your sister Shalu and I start buying sanitary napkins month after month, what will happen here? Leave ghee and curd, but we won't be able to buy even milk. പാല് പോലും നമുക്ക് വാങ്ങാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഉള്ള സാമ്പത്തികമേ നമുക്കുള്ളൂ. വരുമാനം നോക്കിയാണ് നമ്മൾ ചിലവഴിക്കേണ്ടത്. Here we must very well understand that always women at home or a woman will be very much conscious of the spending. She pointed out that he should not have bought these things. It is luxury. We are not able to afford such things. He put the pad back in the packet. Back home, Bablu secretly handed over the pack to Gauri. Gauri was not pleased. If Shalu
and I start buying these packets every month, then let alone curd and ghee, we will not even have enough money to buy milk. Bablu looked at her dejectedly. സ്വാഭാവികമായിട്ട് ക്വയറ്റ് നാച്ചുറൽ. ഹീ ലുക്ഡ് അറ്റ് ഹെർ ഡിജക്റ്റഡ്ലി. വളരെ പ്രതീക്ഷയോടെയാണ് വന്നത്, പക്ഷെ വളരെ ദുഃഖകരമായ അവസ്ഥയാണ് അവനുണ്ടായത്. അപ്പോൾ വളരെ പ്രയാസത്തോടെ അവൻ നോക്കി, നിരാശയോടെ നോക്കി, ഡിജക്റ്റഡായിട്ട് നോക്കി. ബട്ട് ഹീ ദെൻ ഡിറ്റർമിൻ ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്റ്റ്. അങ്ങനെ അവന് നിരാശയുണ്ടായെങ്കിലും ഒരു പുതിയ സംരംഭം ആരംഭിക്കുവാൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി തുടങ്ങാൻ അവൻ ഡിസൈഡ് ചെയ്തു. ഹീ പുൾഡ് ഔട്ട് എ പെയർ ഓഫ് സിസേഴ്സ്, എ നീഡിൽ ആൻഡ് സം ത്രെഡ്, കോട്ടൺ ആൻഡ് ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്. അവൻ്റെ ബാഗിൽ നിന്നും ഒരു പെയർ ഓഫ് സിസേഴ്സ്, കത്രിക എടുത്തു. സിസേഴ്സ് അതൊരു പ്ലൂരൽ മാത്രമായിട്ടുള്ള നൗണാണ്, ഒരിക്കലും അതിന് സിംഗുലർ ഉണ്ടാവുകയില്ല. സിസേഴ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ ട്രൗസേഴ്സ് എന്നാണ് പറയുക. എ നീഡിൽ ഒരു സൂചി എടുത്തു, ആൻഡ് സം ത്രെഡ് കുറച്ച് നൂലെടുത്തു, കോട്ടൺ എടുത്തു, പരുത്തി എടുത്തു, ആൻഡ് ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്. ഫ്രം വേർ ഡിഡ് ഹി ടേക്ക് ഓൾ ദീസ് തിങ്സ്? He took all these things from his bag. He began flattening the cotton between his hands as if he were spreading out dough to make a chapati. അപ്പോൾ തൻ്റെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തൻ്റെ കയ്യിൽ വെച്ച് ചപ്പാത്തി കുഴച്ച്, അതായത് ഡോ എന്ന് പറഞ്ഞാൽ കുഴച്ച മാവിൻ്റെ പൊടിയാണ്. ആ കുഴച്ച മാവിൻ്റെ പൊടി പരത്തിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ എന്നതുപോലെ പരുത്തിയെടുത്ത് കയ്യിൽ വെച്ച് പരത്തിയെടുത്തു, ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ. ഒരു സിമിലാരിറ്റിയാണ്. ഏതുപോലെ? ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ. ജസ്റ്റ് ലൈക്ക് മേക്കിംഗ് എ ചപ്പാത്തി, ഹീ പുട്ട് ദ കോട്ടൺ ഓൺ ഹിസ് പാം ആൻഡ് ട്രൈ ടു സ്പ്രെഡ് ഇറ്റ്. ഹീ ബിഗാൻ ഫ്ലാറ്റനിങ് ദ കോട്ടൺ. ഫ്ലാറ്റൻ ചെയ്യുക, പരത്തുക. അപ്പോൾ ഫ്ലാറ്റനിങ് ദ കോട്ടൺ ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്, രണ്ട് കൈകൾക്കുള്ളിലാണ് അവൻ പരത്തുന്നത്. ആസ് ഇഫ് ഹി വേർ സ്പ്രെഡിങ്, ആസ് ഇഫ് എന്ന് തോന്നും വിധം, നോട്ട് റിയൽ, ആസ് ഇഫ്, അത് അവിടെയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ശരിയല്ലാത്തത്, അത് യാഥാർത്ഥ്യമല്ലാത്തത് എന്ന് തോന്നും വിധം. ആസ് ഇഫ് ഹി വേർ സ്പ്രെഡിങ് ഔട്ട് ഡഫ് ടു മേക്ക് എ ചപ്പാത്തി. ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച മാവ് തൻ്റെ കയ്യിൽ പരത്തുകയാണ് എന്ന് തോന്നും വിധം അവൻ പരുത്തിയെടുത്ത് തൻ്റെ രണ്ട് കൈകൾക്കുള്ളിൽ വെച്ച് പരത്തിയെടുത്തു. Within 24 hours of first touching a sanitary napkin, അതായത് ഒരു സാനിറ്ററി നാപ്കിൻ തൻ്റെ കൈകൾ കൊണ്ട് തൊട്ടിട്ട് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ, വിത്തിൻ 24 hours ആണ്, ബബ്ലു ഹാഡ് മാനേജ് ടു മേക്ക് ഹിസ് ഓൺ. 24 മണിക്കൂറിനകം തന്നെ അവൻ അവൻ്റേതായ സ്വന്തം ഒരു നാപ്കിൻ ഉണ്ടാക്കി കഴിഞ്ഞു. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ യൂസ്ഫുൾ one, as he could not make out the material used by the branded sanitary napkin companies ഉപയോഗിക്കുന്നത് പോലെയുള്ള ഗുഡ് മെറ്റീരിയൽസ് അവന് കിട്ടാത്തത് കൊണ്ട് അവന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നാപ്കിൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. He understood that the napkin he created or he made was not usable. It was not good. Why? Because the material used was inferior to the material used by the branded companies. വലിയ വലിയ അല്ലെങ്കിൽ പേരുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അവന് കിട്ടിയില്ല. അതുകൊണ്ട് അവൻ ഉണ്ടാക്കിയ ആ നാപ്കിൻ ക്വാളിറ്റി ഉള്ളത് ആയിരുന്നില്ല. Months passed and Bablu procured different qualities of cotton and other materials to make pads. പാഡ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പല ഗുണനിലവാരമുള്ള പരുത്തിയും മറ്റ് വസ്തുക്കളും അവൻ സംഭരിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. He continued his experiments knowing that most women used unclean rags instead of sanitary napkins as they could not afford them. സാനിറ്ററി നാപ്കിൻസ് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് മിക്ക സ്ത്രീകളും റാക്സാണ് ഉപയോഗിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കി. ഹി ഓൾസോ ന്യൂ ദാറ്റ് ദിസ് മെയ്ഡ് ദം പ്രോൺ ടു ഡിസീസ്. ഇത്തരത്തിലുള്ള അൺക്ലീൻ റാക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർ പല രോഗത്തിനും അടിമയാകുന്നു എന്നും അവൻ മനസ്സിലാക്കി.
നോ വൺ എൽസ് അപ്പിയേർഡ് ടു ബി ബോതേർഡ് ബൈ ദിസ്. മറ്റാർക്കും തന്നെ ഇതിനെപ്പറ്റി ബോധമുള്ളതായി അവന് തോന്നിയില്ല. ആരും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായി അവന് തോന്നിയില്ല. ഹീ ലുക്ക്ഡ് അറ്റ് ദ ലിറ്റിൽ ഗേൾസ് റണ്ണിങ് അറൗണ്ട് ദ നൈബർഹുഡ്. അയലത്തെ വീടുകളിൽ ഓടിക്കളിക്കുന്ന പെൺകുട്ടികളെ അവൻ ശ്രദ്ധിച്ചു. അവൻ നോക്കി. ദേ കുഡിൻറ്റ് ഈവൻ ബൈ എ ഗുഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. അവർക്ക് നല്ല ഗുണനിലവാരമുള്ള ചെരിപ്പ് പോലും വാങ്ങാനുള്ള ശേഷിയില്ല. ഹൗ കുഡ് ദേ എവർ അഫോർഡ് ടു ബൈ സാനിറ്ററി പാഡ്സ് മന്ത് ആഫ്റ്റർ മന്ത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് മാസാമാസം സാനിറ്ററി നാപ്കിൻസ് വാങ്ങുവാൻ സാമ്പത്തിക ശേഷി ഉണ്ടാവുക? അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ചെലവ് വഹിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അവർക്ക് പറ്റില്ല എന്നാണ് അവൻ്റെ നിഗമനം. അവരുടെ സാമ്പത്തിക നില വളരെ മോശമാണ്. However, his experiments and his obsession caused some unrest even in the family. എന്നിരുന്നാലും അവൻ്റെ പരീക്ഷണങ്ങളും അതിനോടുള്ള അവൻ്റെ അഭിനിവേശവും അവൻ്റെ കുടുംബത്തിൽ പോലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഹിസ് മദർ ബിസീച്ച്ഡ് ഹിം ടു സ്റ്റോപ്പ് ദ എക്സ്പെരിമെൻറ്റ്സ്. അവൻ്റെ അമ്മ അവനോട് ആ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. സെയിങ് ദാറ്റ്, അതായത് ഷീ സെഡ് ദാറ്റ് ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ് ബൈ ഹിസ് സോറിഡ് ഇൻട്രസ്റ്റ് ഇൻ വിമൻസ് മെൻസ്ട്രൽ സൈക്കിൾസ്. നിന്റെ വൃത്തികെട്ട സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിൾസിലുള്ള താല്പര്യം ഈ കുടുംബത്തെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്തും, അല്ലെങ്കിൽ നിന്ദിക്കപ്പെടും. His mother's justification for stopping his experiments. What did she say? She said that if he continued his experiments, the family would be put into disgrace in the village. Why? Because of his sordid interest in women's menstrual cycles. He took interest in menstrual cycles to examine or to put into practice his pads and to find out whether it is a success or not. But the people did not understand well. The news was gradually spreading in the village. ഇതിനെപ്പറ്റിയുള്ള വാർത്ത ക്രമേണ വില്ലേജിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ആൻഡ് ദ വില്ലേജേഴ്സ് entangled the whole family in a mesh of coarse whispers and rude glances. ഈ ഗ്രാമീണർ ഇവരെ ഒരു പ്രത്യേക തരത്തിലുള്ള നോട്ടം, അഥവാ ഷാർപ്പ് ലുക്സ്, ആൻഡ് കോഴ്സ് വിഷ്പേഴ്സ്, പരുക്കനായ പതുക്കെ പറച്ചൽ, അങ്ങനെ ഇവരെ അവർ ഐസൊലേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു. അതാണ് ഫാമിലി ബീയിങ് ഡിസ്ഗ്രേസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്. ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഇവരെ അകറ്റി നിർത്തുന്നതായുള്ള ഒരവസ്ഥ അവിടെ വന്നു. ബബ്ലു വാസ് ഗ്ലൂമി ഫോർ എ വൈൽ അറ്റ് ദ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. തൻ്റെ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് അവൻ നിരാശനായി, അഥവാ ഡിസപ്പോയിൻറ്റഡായി. Why did he become gloomy? He became gloomy at the thought of stopping his experiments. Why did he think of stopping his experiments? Because his mother wanted him to stop the experiments. Why did his mother ask him to stop the experiments? She asked him to stop the experiments because she thought that the family would be disgraced by his sordid interest in women's menstrual cycles. And to sort out the problem, what did he do? He devised an idea to conduct experiments on himself rather than others. മറ്റുള്ളവരെക്കാൾ തന്നിൽ തന്നെ പരീക്ഷണം നടത്താൻ അവനൊരു മാർഗം രൂപപ്പെടുത്തി. With the help of a friend, he collected some blood. Using a rubber tube, he experimented with the napkins himself. So, having collected some blood and a rubber tube, he began to conduct experiments on himself. One day, Lada, his neighbor Perul's daughter, happened to see this. One day, Lada saw this. What did she see?
his experiments with the pad. He was conducting experiments with a napkin. How? That means spreading the blood on the napkin he manufactured. The next day, all kinds of rumors spread over the small town. ആ ചെറു പട്ടണത്തിൽ എല്ലാ തരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിച്ചു. Unable to bear the humiliation, Bablu's wife left him. അപമാനം സഹിക്കവയ്യാതെ ബബ്ലുവിൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോയി. Why did she leave him? She left him because she could not afford to bear the humiliation caused by the rumors. She said she would only return when he gave up his madness. What did she say when she left him? When she left him, she said that she would only return when he gave up his madness. She would return only when he gave up his madness. What is his madness? Conducting his experiments with the sanitary napkin. That is referred to as the madness of Bablu. His mother too followed suit. അവൻ്റെ അമ്മയും അവളെപ്പോലെ തന്നെ അവനെ ഉപേക്ഷിച്ചു പോയി. He had lost his wife, his family, his friends, and money that he could not afford to waste, all in pursuit of the sanitary pad project. So, in continuing his sanitary pad project, he had to lose his wife, his family, his friends, and money. But he was not ready to waste all these things. He wanted to make it a success, and things happened so. He became a successful man, and his dream came true. And now he is a famous man in India. He is known as the Padman of India. Bablu was a simple welder whose life had been ripped apart. ഒരു സാധാരണ വെൽഡറായ ബബ്ലുവിൻ്റെ ജീവിതം ആകെ താറുമാറായി. And all because he had wanted to give Gauri a gift. ഇത് സംഭവിച്ചത് അവൻ്റെ ഭാര്യയായ ഗൗരിക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ്. A gift for all the poor women in the village and outside it. അവൻ്റെ ഗ്രാമത്തിലെയും ഗ്രാമത്തിന് വെളിയിലുള്ളതുമായ പുവർ വിമൻ, പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്നവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവന് ഈ വിഷമതകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ബട്ട് he did not give up his project. He was so much obsessed by it, and he succeeded in the end. Now he is happy. Thank you.